ലലാടം കൈ തൊഴുന്നേൻ തമ്പുരാനെ തിരുനെറ്റി കുറിയതും തൊഴുന്നേൻ അമ്പിളിത്തിൽ അല്ലൽ കൊള്ളും ലലാടം കൈ തൊഴുന്നേൻ തമ്പുരാനെ തിരുനെറ്റി കുറിയതും തൊഴുന്നേൻ പ്രണവത്തിനരുളേ നിൻ തിരുമുഖം തൊഴുന്നേൻ പ്രണയത്തിൻ പൊരുളാകും മിഴി രണ്ടും തൊഴുന്നേൻ പ്രണവത്തിനരുളേ നിൻ തിരുമുഖം തൊഴുന്നേൻ പ്രണയത്തിൻ പൊരുളാകും മിഴി രണ്ടും തൊഴുന്നേൻ രാഗലോലം ഗാന നിർച്ചരി ഒഴുക്കുവാനധരത്തിൽ രാഗലോലം ഗാന നിർച്ചരി ഒഴുക്കുവാനധരത്തിൽ രാഗസാഗര വീജി തീർക്കും മുരളിയും തൊഴുന്നേൻ രാഗലോലം ഗാന നിർജരി ഒഴുക്കുവാനധരത്തിൽ രാഗസാഗര വീജി തീർക്കും മുരളിയും തൊഴുന്നേൻ ഏതു പൂവും കൊതിക്കും നിൻ കമ്പുകണ്ഠം തൊഴുന്നേൻ ചാരുശോഭയാർന്ന നിന്റെ വനമാല തൊഴുന്നേൻ ഏതു പൂവും കൊതിക്കും നിൻ കമ്പുകണ്ഠം തൊഴുന്നേൻ ചാരുശോഭയാർന്ന നിന്റെ വനമാല തൊഴുന്നേൻ നെഞ്ചിലഞ്ചും കൗസ്തുഭശ്രീ വത്സമതും തൊഴുന്നേൻ നെഞ്ചിലഞ്ചും കൗസ്തുഭശ്രീ വത്സമതും തൊഴുന്നേൻ അഞ്ജനാഭയോടെ മിന്നും തിരുനാഭി തൊഴുന്നേൻ നെഞ്ചിലഞ്ചും കൗസ്തുഭശ്രീ വത്സമതും തൊഴുന്നേൻ അഞ്ജനാഭയോടെ മിന്നും തിരുനാഭി തൊഴുന്നേൻ കൊട്ടുമിണ്ടൽ പെടാതുള്ളി മാറിടത്തിൽ പാംസുപൂരം മുട്ടുരണ്ടും കുന്താ ഞാൻ തൊട്ടു നിന്നു തൊഴുന്നേൻ കൊട്ടുകിണ്ടൽ പെടാതുള്ളി മാറിടത്തിൽ പാംസുപൂരം മുട്ടുരണ്ടും കുന്താ ഞാൻ തൊട്ടു നിന്നു തൊഴുന്നേൻ വീതശങ്കം വരചേർന്ന പീതവസ്ത്രം തൊഴുന്നേൻ വീതശങ്കം അരചേർന്ന പീതവസ്ത്രം തൊഴുന്നേൻ ജാതമാകും കുതൂകാല അരഞ്ഞാണം തൊഴുന്നേൻ വീതശങ്കം അരചേർന്ന പീതവസ്ത്രം തൊഴുന്നേൻ ജാതമാകും കുതൂകാല
ആർത്തലച്ചു ചിരിച്ചോരു തൃത്തളകൾകിലും കണങ്കാൽ കൈ തൊഴും നീർ മാധവ ത്വൽപാദഭക്തി മധുപാന പ്രഹർഷത്തിൽ മാധവ ത്വൽപാദഭക്തി മധുപാന പ്രഹർഷത്തിൽ യാദവ ഞാൻ മൂത്തമൂടെ തിരുപാദം തൊഴുന്നേൻ മാധവ ത്വൽപാദഭക്തി മധുപാന പ്രഹർഷത്തിൽ യാദവ ഞാൻ മൂത്തമൂടെ തിരുപാദം തൊഴുന്നേൻ. ശത്രുവിനെ കൊണ്ടു കൊല്ലിക്കയോ തവ ചിത്തത്തിലോർത്തറിഞ്ഞില്ല ഞാനയ്യോ വധ്യനെന്നാകിൽ വധിച്ചു കളഞ്ഞാലും അസ്ത്രേണമാം നിന്തിരുവടി താൻ തന്നെ സത്യം പ്രമാണമെന്നോർത്തതേയും പുനരെത്രയും പാരം പിഴച്ചു ദയാനിധേ. ഇന്നലത്തെക്കാളും നന്നായി ചൊല്ലി ആശയം വിശദീകരിച്ചോളൂ. അധ്യാത്മരാമായണത്തിൽ കിഷ്കിന്ധാകാന്ഡത്തിലെ ബാലി സുഗ്രീവ യുദ്ധത്തിൽ നിന്ന് എടുത്ത ഏതാനും വരികളാണിവ. ശ്രീരാമന്റെ വാക്കുകൾ കേട്ട് സുഗ്രീവൻ ബാലിയെ യുദ്ധത്തിന് വിളിക്കുന്നു. അതികോപത്തോടെ ബാലി യുദ്ധം ചെയ്യാൻ വന്നു. ബാലിയുടെ ശക്തിയെ എതിരിടാൻ വയ്യാതെ സുഗ്രീവൻ ചോര തുപ്പി യുദ്ധകളത്തിൽ നിന്നും ഓടി. ഇതാണ് സന്ദർഭം. എന്നിട്ട് സുഗ്രീവൻ ശ്രീരാമനോട് ഇങ്ങനെ പറയുന്നു: ശത്രുവിനെ കൊണ്ട് എന്നെ കൊല്ലിക്കുകയായിരുന്നു അങ്ങയുടെ മനസ്സിൽ എന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ വധാഹിയാണെങ്കിൽ അങ്ങു തന്നെ അസ്ത്രം പ്രയോഗിച്ച് എന്നെ കൊന്നുകളഞ്ഞാലും സത്യം പ്രമാണമാണെന്നും അങ്ങ് സത്യസന്ധനാണെന്നും കരുതിയത് തെറ്റിപ്പോയി. എന്തിനാണ് അവനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്? ഇവൻ ചെയ്ത തെറ്റെന്താണ്? നിഷാദ നിയമങ്ങൾക്ക് വിരുദ്ധമായി ഈ നിഷാദൻ ക്രൂരമായി മൃഗഹത്യ ചെയ്തിരിക്കുന്നു. ഇവനുള്ള ശിക്ഷ വിധിക്കാനാണ് രാജാവെ അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവന്നത്. നിഷാദ വംശത്തിലെ നീതിന്യായങ്ങളും നിയമങ്ങളും നിനക്കറിയില്ലെന്നുണ്ടോ? വിനോദത്തിനായും ക്രൂരമായും മൃഗഹത്യ നടത്തരുതെന്ന് നിനക്കറിയില്ലേ? അതൊക്കെ അറിഞ്ഞിട്ടും എല്ലാം മറന്ന് ക്രൂരമായി മൃഗഹത്യ നടത്തിയ ഈ അധമനെ നാട് കടത്തുക ഇത് രാജകൽപ്പനയാണ്. കൊണ്ടുപോകൂ. ഞാൻ നിഷാദവംശ രാജാവായ ഗുഹൻ. ഇത് ശൃംഗിവേരിപുരം. ശൃംഗിവേരിപുരം എന്ന് കേട്ടിട്ടില്ലേ? എങ്ങനെ കേൾക്കാതിരിക്കും അല്ലേ? ദാ ആ കാണുന്ന നദി ത്രിപദഗാമിനി എന്ന് പ്രസിദ്ധിയാർജിച്ച ഗംഗാ നദിയാണ്. ഈ നദിക്കും നദീതീരത്തിനും എന്തെല്ലാം സവിശേഷതകളാണെന്നോ! ദേവന്മാരുടെ കളിക്കുന്നുകൾ, സുഗന്ധം പരത്തുന്ന സ്വർഗരാമങ്ങൾ, നദിയുടെ ഗംഭീരമായ അലകൾ, ദേവന്മാരുടെ സ്നാനഘട്ടങ്ങൾ, ആമ്പൽപ്പൂ സമൂഹങ്ങൾ, ഇങ്ങനെ ഏറെ സവിശേഷതാർന്നതാണ് ഈ നദിയും നദീതീരവും. എന്നാൽ ഇതൊന്നുമല്ല ഈ നദിയുടെയും നദീതീരത്തിന്റെയും ശരിയായ പ്രാധാന്യം. ഭഗവാൻ ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ പാദസ്പർശമേറ്റ് പരിപാവനമായതാണ് ഈ നദിയും നദീതീരവും. ഞാൻ ഇപ്പോഴും ശ്രീരാമചന്ദ്ര പ്രഭു വരുന്നതും കാത്തിരിക്കുകയാണ്. ആ കോസലേന്ദ്രനെ
ഒരു നോക്കു കാണാൻ അദ്ദേഹത്തിന്റെ പാദത്തിൽ വീണൊന്ന് നമസ്കരിക്കാൻ. അന്നത്തെ ആ ദിവസം ഞാൻ എങ്ങനെ മറക്കും? എന്റെ പ്രഭു ശൃംഗിവേരപുരത്തെത്തിയ ആ ദിവസം എന്റെ ഒരു സേവകൻ പറഞ്ഞാണ് ഞാൻ അതറിഞ്ഞത്. അയോധ്യാധിപതി ദശരഥന്റെ മകൻ ശൃംഗിവേരപുരത്ത് എത്തിയിട്ടുണ്ടെന്ന്. കൃപാനിധിയായ ശ്രീരാമനെ കാണാൻ ഞാൻ നടന്നല്ല, ഓടിയാണ് പോയത്. എന്നിട്ടോ ആ ഓടവൃക്ഷത്തിൻ ചുവട്ടിൽ ഞാൻ കണ്ട രാമന്റെ ആ രൂപം, ഓ, കിരീടമൊന്നുമില്ലാതെ പട്ടുടയാടകളും പട്ടാമ്പരങ്ങളും ഉപേക്ഷിച്ച് മരവുരി ധരിച്ച് രുദ്രാക്ഷമണിഞ്ഞ്. എന്തിനായിരുന്നു പ്രഭോ അത്തരത്തിലൊരു വേഷധാരണം? അങ്ങയുടെ ഈ ദാസന് അത് ഉൾക്കൊള്ളാൻ എത്ര പ്രയാസമായിരുന്നോ. എന്നിട്ടും ആ എന്നോട് തന്നെ അങ്ങ് പേരാലൻ പശ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടില്ലേ? അതും ഞാൻ ചെയ്തു. കാരണം രഘുവര, ഞാൻ അങ്ങയുടെ ദാസനാണ്. എന്റെ രാജ്യത്തെ അയോധ്യയെ പോലെ കാണണമെന്നും ഇവിടെ താമസിക്കണമെന്നും ഞാൻ എത്ര പറഞ്ഞു. സാക്ഷാൽ ദശരഥ നന്ദനെ തന്നെ ഈ ലോകത്ത് അതിഥിയായി മറ്റാർക്കാണ് ലഭിക്കുക? അദ്ദേഹത്തിന് ആവശ്യമുള്ള ഭക്ഷ്യഭോജ്യങ്ങളും പൂമൃദുമെത്തയും എല്ലാം ഞാൻ നൽകി. പക്ഷേ വ്രതത്തിലായതിനാൽ അദ്ദേഹം ശുദ്ധജലം മാത്രമാണ് സേവിച്ചത്. എത്ര കൃതാർത്ഥനായിട്ടാണെന്നോ അങ്ങയ്ക്ക് പാനം ചെയ്യാനുള്ള ജലം അന്ന് ഞാൻ സമർപ്പിച്ചത്. കേവലം നിഷാദൻ മാത്രമായ ഈ എന്നെ കാണാൻ അങ്ങനെയും വരുമോ? ഓരോ ജീവവായിലും അങ്ങയുടെ വരവ് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാൽ സർവചരാചരങ്ങൾക്കും നിയന്താവായ അങ്ങ് കേവലം നിഷാദൻ മാത്രമായ ഈ എന്നെ ഇനിയും ഓർക്കാൻ ഇടയുണ്ടോ? ഇല്ല, തീർച്ചയായും അദ്ദേഹം വരും. സ്വന്തം ജീവനേക്കാൾ വാക്കിന് ഏറെ വില കൽപ്പിക്കുന്നവനാണ് അദ്ദേഹം. അതുകൊണ്ടല്ലേ അന്ന് ഇവിടെ ഈ നിലത്ത് കിടന്നുറങ്ങിയത്? ദാ ഈ ദർഭവിരിപ്പ് കണ്ടില്ലേ? ഈ ദർഭവിരിപ്പിലാണ് അന്ന് എന്റെ സ്വാമി ഉറങ്ങിയത്. കട്ടിൽ കിടക്കാൻ നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം എന്താണ് എന്നോട് പറഞ്ഞതെന്നോ? ഗുഹ, ഞാൻ അച്ഛന്റെ വാക്ക് പാലിക്കാനായി വനവാസം സ്വീകരിച്ച് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിയതാണ്. ഒരു തരത്തിലുള്ള സുഖഭോഗങ്ങളും അനുഭവിക്കുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്തവനാണ്. നിന്റെ സ്നേഹവും ബഹുമാനവും എല്ലാം ഞാൻ മനസ്സിലാക്കുന്നു. എങ്കിലും ഞാൻ പ്രതിജ്ഞാബദ്ധനാണ് ഗുഹ. അന്ന് നേരം വെളുത്തപ്പോൾ സ്വാമി എന്നോട് തോണി തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടു. മറുകരക്കെത്തി സ്വാമി എന്നോട് യാത്ര പറഞ്ഞു പോകുമ്പോൾ എത്ര മാനസിക സംഘർഷമാണെന്നോ ഞാൻ അനുഭവിച്ചത്. അന്ന് സ്വാമി എന്നെ കെട്ടിപ്പുണർന്നുകൊണ്ട് എന്താണ് പറഞ്ഞതെന്നോ? ഗുഹ, ഒട്ടും വിഷമിക്കരുത്. ഇതുവരെ എനിക്ക് 3 സഹോദരന്മാരാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നു മുതൽ എനിക്ക് സഹോദരന്മാർ 4 എനിക്ക് ഭരതൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നീയും. ഞാൻ തീർച്ചയായും നിന്നെ കാണാൻ വീണ്ടും വരും. 14 വർഷത്തെ വനവാസം അവസാനിപ്പിച്ച് അയോധ്യയിലേക്ക് തിരിച്ചു പ്രവേശിക്കുന്നതിന് മുമ്പായി ഞാൻ നിന്നെ കാണാൻ വരും. ഈ ദശരഥ നന്ദനൻ ശ്രീരാമന്റെ വാക്കാണ്. ഹേ നദികളെ, നിങ്ങൾ ത്രികാലജ്ഞാനികളും ദേവതകളുമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എങ്കിൽ പറയൂ, എന്റെ സ്വാമി എന്നെ കാണാൻ വരുമോ? പറയൂ, വരുമോ?
ഹേ നിഷാദരാജൻ, ഞാൻ വായുപുത്രനായ ഹനുമാനാണ്. അങ്ങയുടെ അടുത്ത് വന്ന് വിവരം ധരിപ്പിക്കുവാനുള്ള സമയം എനിക്കിപ്പോൾ ഇല്ല. കാരണം ഭരതനെ ചെന്ന് കാണണമെന്ന ദൗത്യം എൻ്റെ സ്വാമിയായ ശ്രീരാമചന്ദ്ര പ്രഭു എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്നാലും അങ്ങ് ഇത്രയും അറിഞ്ഞാലും ഇന്ന് ശ്രീരാമചന്ദ്രൻ സീതാലക്ഷ്മണ സമേതനായി ഭരദ്വാജ ആശ്രമത്തിലെത്തും. ഇന്നത്തെ രാത്രി അവിടെ താമസിച്ച് നാളെ തിരിച്ച് അയോധ്യയിലേക്ക് യാത്ര തുടരും. അതിനു മുമ്പായി സ്വാമി സുഹൃത്തായ അങ്ങയെ കാണാൻ ഇവിടെ എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രഭു, കരുണാസാഗര, അങ്ങ് നാളെ ഇവിടെ എത്തുമെന്നോ? ഇതിൽ കൂടുതൽ ഈ ഭക്തൻ ഇനി എന്ത് വേണം? പ്രഭു, എന്റെ സ്വാമി, അടിയൻ കൃതാർത്ഥനായി. ഉത്സാഹമാണ് ബലം. ഉത്സാഹിയായ ഒരുവൻ ഈ ലോകത്ത് അസാധ്യമായത് എന്തെങ്കിലുമുണ്ടോ? ആര് ആരോട് പറയുന്നു? എ. ശബരി ശ്രീരാമനോട്. ബി. ശബരി ലക്ഷ്മണനോട്. സി. ശ്രീരാമൻ ലക്ഷ്മണനോട്. ഡി. ലക്ഷ്മണൻ ശ്രീരാമനോട്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ എ ശബരി ശ്രീരാമനോട്. ഓപ്ഷൻ എ ശബരി ശ്രീരാമനോട് ലോക്ക് ചെയ്തു. നമുക്ക് നോക്കാം നിങ്ങൾ പറഞ്ഞ ഉത്തരം. നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. ടീം എ ഉത്തരം പറഞ്ഞില്ല. നമ്മൾ ആ സെയിം ക്വസ്റ്റ്യൻ ടീം ബിക്ക് കൈമാറുകയാണ്. ക്വസ്റ്റ്യൻ ഏതാണ്? ഉത്സാഹമാണ് ബലം. ഉത്സാഹിയായ ഒരുവൻ ഈ ലോകത്ത് അസാധ്യമായത് എന്തെങ്കിലും ഉണ്ടോ? ആര് ആരോട് പറയുന്നു? ബി. ശബരി ലക്ഷ്മണനോട്. സി. ശ്രീരാമൻ ലക്ഷ്മണനോട്. ഡി. ലക്ഷ്മണൻ ശ്രീരാമനോട്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ഡി ലക്ഷ്മണൻ ശ്രീരാമനോട്. ഓപ്ഷൻ ഡി ലക്ഷ്മണൻ ശ്രീരാമനോട് നമ്മൾ ലോക്ക് ചെയ്തു. നമുക്ക് നോക്കാം. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 1 മാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ടീം ബിയോട് തന്നെയാണ്. ക്വസ്റ്റ്യൻ ഏതാണ്? ബാലിയെ തനിക്ക് വധിക്കാൻ കഴിയും എന്ന് സുഗ്രീവനെ ബോധ്യപ്പെടുത്താൻ ശ്രീരാമൻ ആദ്യം ചെയ്ത കർമ്മം എന്താണ്? എ. ഭീകരമായി ഗർജിച്ചു കാട്ടി. ബി. ദുന്ദുബിയുടെ അസ്ഥികൂടത്തെ കാൽവിരലാൽ കോരിയെറിഞ്ഞു. സി. ഋഷ്യമൂകാചലത്തിന്റെ കൊടുമുടി പിഴുതെറിഞ്ഞു. ഡി. സാലവൃക്ഷങ്ങളെ എഴുതു വീഴ്ത്തി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ബി ദുന്ദുഫിയുടെ അസ്ഥികൂടത്തെ കാൽവിരലാൽ കോരിയെറിഞ്ഞു. ഓക്കെ, ഓപ്ഷൻ ബി ദുന്ദുബിയുടെ അസ്ഥികൂടത്തെ കാൽവിരലാൽ കോരിയെറിഞ്ഞു നമ്മൾ ലോക്ക് ചെയ്തു. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 2 മാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ടീം എയോടാണ്. രാജാക്കന്മാർക്ക് തക്കതായ ഗുണമായി ബാലി പറയുന്നത് എന്താണ്? എ. മൃഗയാ വിനോദം നടത്തുക. ബി. അധികാരം വ്യാപിക്കുക. സി. അപരാധം ചെയ്തവരിൽ മാത്രം ശിക്ഷ വിധിക്കുക. ഡി. ശത്രുവിനെ കീഴടക്കുക. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ സി അപരാധം ചെയ്തവരിൽ മാത്രം ശിക്ഷ വിധിക്കുക. ഓപ്ഷൻ സി നമ്മൾ ലോക്ക് ചെയ്തു. അപരാധം ചെയ്തവരിൽ മാത്രം ശിക്ഷ വിധിക്കുക. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്. സീതാന്വേഷണം ആരംഭിക്കാൻ ഉപദേശിച്ച ഹനുമാന്റെ വാക്കനുസരിച്ച് സുഗ്രീവൻ തന്റെ സൈന്യത്തെ വിളിച്ചു വരുത്തുവാൻ ആരോടാണ് കൽപ്പിക്കുന്നത്? എ. നളനോട്. ബി. നീലനോട്. സി. ജാംബവാനോട്. ഡി. ഹനുമാനോട്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സി ജാംബവാനോട്. ഓപ്ഷൻ സി ജാംബവാനോട് നമ്മൾ ലോക്ക് ചെയ്തു. നമുക്ക് നോക്കാം. ടീം ബി പറഞ്ഞ ഉത്തരം തെറ്റാണ്. ബി ഉത്തരം പറഞ്ഞില്ല. സോ അതേ ചോദ്യം എക്ക് കൈമാറുകയാണ്. ചോദ്യം ഇതാണ്. സീതാന്വേഷണം ആരംഭിക്കാൻ ഉപദേശിച്ച ഹനുമാന്റെ വാക്കനുസരിച്ച് സുഗ്രീവൻ തന്റെ സൈന്യത്തെ വിളിച്ചു വരുത്തുവാൻ ആരോടാണ് കൽപ്പിക്കുന്നത്? എ. നളനോട്. ബി.
നീലനോട്, ഡി ഹനുമാനോട്? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ബി നീലനോട്. ബി നീലനോട്. നമ്മൾ ലോക്ക് ചെയ്യുന്നു ബി നീലനോട്. ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം എ നേടിയിരിക്കുന്നത് 1 മാർക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം എയോട് തന്നെയാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ഹനുമാൻ എന്ന പേര് ലഭിക്കുന്നത് ഹനുവിൽ വജ്രായുധമേറ്റത് കൊണ്ടാണ്. എന്താണ് ഹനു? എ കഴുത്ത്, ബി കവിൾത്തടം, സി കർണപുടം, ഡി നെറ്റി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ സി കർണപുടം. ഓപ്ഷൻ സി കർണപുടം. ലോക്ക് ചെയ്യട്ടെ പെട്ടെന്ന്. പറ. ഓപ്ഷൻ ബി കവിൾത്തടം. ഓപ്ഷൻ ബി കവിൾത്തടം ഞാൻ ലോക്ക് ചെയ്തു. ഇങ്ങനെ മാറ്റാനൊന്നും പാടില്ല കേട്ടോ. ഇതെന്താ അങ്ങനെ പറഞ്ഞേ? അടിക്കുകയാണെങ്കിൽ അങ്ങനെയല്ല, നന്നായിട്ടൊന്നും അങ്ങോട്ട് കൊടുക്കണം. അത് വെറുതെ അടിച്ചതിന് തുല്യായി. ഓക്കെ, എന്തായാലും നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. അഞ്ജനയുടെ പുത്രനായി ഹനുമാൻ ജനിച്ചു. തനിക്ക് വിശക്കുന്നു, ആഹാരം വേണം. ആഹാരമായി നീ ചുവന്ന് തുടുത്ത് കാണുന്നതിനെ ഭക്ഷിച്ചു കൊള്ളൂ എന്ന് പറഞ്ഞു. കുഞ്ഞി കണ്ണു മിഴിച്ച് നോക്കിയപ്പോൾ ആകാശത്ത് എങ്ങനെ ഉദിച്ച് വരികയാണ് സൂര്യദേവൻ. ഓ, അമ്മ പറഞ്ഞതനുസരിച്ച് കളയാം. മേൽപോട്ട് ചാടിനാൻ 500 യോജന മേൽപോട്ട് ചാടിനാൻ എന്നാണ്. ആ സന്ദർഭത്തിൽ ഇന്ദ്രൻ ഭയപ്പെട്ടു പോയി. സൂര്യനെ ഹനുമാൻ ഭക്ഷിച്ചു കളഞ്ഞാലോ? ഉടനെ വജ്രായുധം കൊണ്ട് വെട്ടി. വജ്രായുധം ഈ ഹനുവിൽ പതിക്കുക കൊണ്ട് ഹനുവിന് ഊനം, കുറവ് പറ്റിയവൻ, ഹനൂനൻ എന്ന അർത്ഥത്തിൽ ഹനുമാൻ എന്നർത്ഥമായി. ഹനുമാൻ ഹനുമാൻ എന്ന ആളുകൾ പറയുന്നെങ്കിലും ഹനുമാൻ എന്നാണ് സംസ്കൃതത്തിൽ ആ വാക്ക്. ടീം എക്കപ്പം 2 മാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്. സീതാന്വേഷണത്തിന് വാനരന്മാരെ നിയോഗിക്കുന്ന സുഗ്രീവൻ അവർക്ക് നൽകുന്ന സമയം എത്രയാണ്? എ 1 വർഷം, ബി 1 മാസം, സി 6 മാസം, ഡി 7 മാസം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ എ 1 വർഷം. ഓപ്ഷൻ എ 1 വർഷം. ലോക്ക് ചെയ്യട്ടെ? ഉറപ്പാണ്? ഓക്കെ, നമ്മൾ ലോക്ക് ചെയ്യുന്നു ഓപ്ഷൻ എ 1 വർഷം. നമുക്ക് നോക്കാം. നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. സോ ബി ഉത്തരം പറഞ്ഞില്ല. സെയിം ക്വസ്റ്റ്യൻ ടീം എയോടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്. സീതാന്വേഷണത്തിന് വാനരന്മാരെ നിയോഗിക്കുന്ന സുഗ്രീവൻ അവർക്ക് നൽകുന്ന സമയം എത്രയാണ്? ബി 1 മാസം, സി 6 മാസം, ഡി 7 മാസം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ബി 1 മാസം. ബി 1 മാസം നമ്മൾ ലോക്ക് ചെയ്തു. നമുക്ക് നോക്കാം. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. സുധാകരൻ സർ, 1 വർഷം, 6 മാസം, 7 മാസം എന്നൊക്കെ പറയുമ്പോൾ ദീർഘമായ ഒരു കാലയളവാണ്. അന്വേഷണത്തിൽ കൂടുതൽ ഉത്സാഹം ഉണ്ടാകണമെങ്കിൽ കാലയളവ് അത്ര അയഞ്ഞ നീളമുള്ളതാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഏകദേശം ഒരു സാധ്യതയും കൂടി കണക്കാക്കി 1 മാസമെന്ന് രാജ്യതന്ത്രജ്ഞന്മാരായ ആളുകൾ ഇങ്ങനെ സമയം കൊടുക്കുന്നത്. ഓം ശ്രീ പരമാത്മനേ നമഃ. ശ്രീമദ് ഭഗവദ്ഗീത അഥ ചതുർത്ഥോധ്യായഃ. ജ്ഞാനകർമ്മ സന്ന്യാസയോഗഃ. ശ്രീ ഭഗവാനുവാച അജോപി സന്നവ്യയാത്മാ ഭൂതാനാമീശ്വരോപി സൻ പ്രകൃതിം സ്വാമധിഷ്ഠായ സംഭവാമ്യാത്മമായയാ. 4-ാം അധ്യായമായ ജ്ഞാനകർമ്മ സന്യാസയോഗത്തിലെ 6-ാമത്തെ ശ്ലോകമാണ് ഇത്. ശ്രീ ഭഗവാൻ അരുൾ ചെയ്തു: ജനനമില്ലാത്തവനും നാശമില്ലാത്തവനും ജീവജാലങ്ങളുടെ ഈശ്വരനുമാണെങ്കിലും സ്വന്തം പ്രകൃതിയെ സ്വീകരിച്ച് ഞാൻ എൻ്റെ മായ കൊണ്ട് അവതരിക്കുന്നു. ഓരോ അവതാരങ്ങളും ലക്ഷ്യത്തിനനുസരിച്ചാണ് ഞാൻ എൻ്റെ രൂപഭാവങ്ങൾ സ്വീകരിക്കുന്നത്. പ്രാകൃതമാക്കാൻ ഉദ്ദേശിക്കുന്ന ധർമ്മത്തിന് അനുസ്മൃതമായിരിക്കും എൻ്റെ ഈ പ്രകൃതി.
അതിനോടൊപ്പം തന്നെ ധർമ്മം നിലനിർത്തുക എന്നതായിരിക്കും എൻ്റെ ലക്ഷ്യം. വനത്തൂടെ മന്ദം മന്ദം പോയി ചെന്നു ചാരുത ചേർന്ന ശബര്യാശ്രമമകം പുക്കാർ സംഭ്രമത്തോടും പ്രത്യുത്ഥായ താപസി ഭക്ത്യാ സംവദിച്ചിതു പാദാം ഭോരുഹയുഗത്തിങ്കൽ. മാതംഗവനമാണെന്നതിൽ സംശയമില്ല ജ്യേഷ്ഠ. ആ നിലയ്ക്ക് കബന്ധൻ പറഞ്ഞ ശബരിയാശ്രമം ഇത് തന്നെയായിരിക്കും. പക്ഷേ ആരെയും കാണുന്നില്ലല്ലോ ലക്ഷ്മണ. മാതംഗാമുനിയുടെ ആശ്രമവാടം ഇങ്ങനെ വിജനമായിരിക്കുമോ? മാതംഗമുനിയും ഒപ്പമുണ്ടായിരുന്ന മറ്റു ഋഷികളും തപസ് ചെയ്ത് സിദ്ധി നേടി സ്വർഗം പ്രാപിച്ചു എന്നല്ലേ കബന്ധൻ പറഞ്ഞത്? ഇവിടെ ഇപ്പോൾ വൃദ്ധ താപസിയായ ശബരി മാത്രമാണുള്ളത്. അവർ ആശ്രമത്തിനുള്ളിൽ ഹോമത്തിലോ ധ്യാനത്തിലോ മുഴുകിയിരിപ്പുണ്ടാകും. വരട്ടെ. നീ ശ്രദ്ധിച്ചോ ഇവിടുത്തെ ഫലവൃക്ഷങ്ങൾ? മറ്റു വനങ്ങളിൽ ഒന്നും കാണാത്ത വൃക്ഷങ്ങളും ഫലങ്ങളുമാണെങ്ങും. അതെ ജ്യേഷ്ഠ, ഞാനും അത് ശ്രദ്ധിച്ചു. ഒടുവിൽ അങ്ങ് വന്നുവല്ലോ. ഈ സംസാര സാഗരത്തിന്റെ മറുകര കടക്കാൻ അങ്ങയുടെ ദർശനം എനിക്ക് അനിവാര്യമാണ്. അതറിഞ്ഞിട്ടാണെങ്കിലും അല്ലെങ്കിലും അങ്ങ് വന്നുവല്ലോ. വിശിഷ്ടങ്ങളാണ് ഈ വനത്തിലെ ഫലങ്ങൾ. അതിൽ വെച്ച് ഏറ്റവും വിശിഷ്ടമായതാണ് ഞാൻ അങ്ങേക്കായി കരുതിയിട്ടുള്ളത്. കഴിച്ചാലും കഴിച്ചാലും. ഭവതിയുടെ തപസ്സിന് അഭിവൃദ്ധി ഉണ്ടാകുന്നില്ലേ? സംസാര ബന്ധങ്ങൾ വിട്ടൊഴിഞ്ഞില്ലേ? തപസ്സിന്റെ ഫലസിദ്ധി കൈവന്നില്ലേ? ദേവാ, സുദീർഘമാണ് എന്റെ തപസ്. പക്ഷേ അതിന്റെ ഫലം ഇന്നാണ് സിദ്ധിച്ചത്. അങ്ങയുടെ ദർശനം, അതാണ് എന്റെ തപസ്സിന്റെ ഫലസിദ്ധി. എന്റെ ഗുരു ശുശ്രൂഷ സഫലമായി. ഈ മനുഷ്യജന്മം അതിന്റെ ലക്ഷ്യത്തിലെത്തി. അങ്ങയുടെ ദർശനത്തിലൂടെ, അനുഗ്രഹത്തിലൂടെ ഞാനിതാ നിത്യലോകങ്ങളിലേക്ക് പ്രവേശിക്കുകയായി. ഭവതിയുടെ ഭക്തി ഭവതിയുടെ ആഭരണവും ആത്മപ്രകാശനവുമാകുന്നു. വിചാരങ്ങൾ സഫലമാകട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു. പ്രഭു, അങ്ങ് ചിത്രകൂടത്തിൽ എത്തിയ നാൾ ഞാൻ ശുശ്രൂഷ പരിപാലിച്ചിരുന്ന ഗുരുക്കന്മാർ കർമ്മചക്രം പൂർത്തിയാക്കി അതുല്യ ശോഭയോടെ സ്വർഗത്തിലേക്ക് മടങ്ങി. അന്ന് അവരെന്നോട് പറഞ്ഞു, അങ്ങേ ആശ്രമത്തിൽ വരും അതിഥിയായെത്തുന്ന അങ്ങയുടെ ദർശനത്താൽ എനിക്ക് അഖണ്ഡവും അദ്വിതീയവുമായ പുണ്യലോകത്തെ പ്രാപിക്കാനാകുമെന്ന്. അവരും ഇന്നിതാ സത്യമായിരിക്കുന്നു. വിശിഷ്ടമായ ആ ആചാര്യവാക്കുകൾ സഫലമാകട്ടെ. ഭവതിക്ക് പുണ്യലോകങ്ങൾ പ്രാപ്തമാകട്ടെ. അതെ പ്രഭു, ഇനി യാത്രയാണ്. ഈ പാവനാശ്രമത്തിൽ ഞാൻ പരിചരിച്ചിരുന്ന ആചാര്യന്മാരുടെ സവിധത്തിലേക്ക്. മംഗലസ്വരൂപിണിയായ ദേവി, ഏതൊരു ദിവ്യലോകത്തേക്കാണോ ഭവതി പോകാൻ ഇച്ഛിച്ചത് അവിടേക്ക് യഥാസുഖം പോവുക. ലക്ഷ്മണ, നോക്കൂ, മഹത്തുക്കളായ മുനിമാർ വസിച്ചിരുന്ന ഈ പ്രദേശത്തിന്റെ പുണ്യപുരം. ജന്മം കൊണ്ടും പ്രകൃതം കൊണ്ടും വൈരികളായ മൃഗങ്ങൾ പോലും ഇവിടെ വൈരം വെടിഞ്ഞ് ഒന്നിച്ചു കൂടുന്നു. അതേ ജ്യേഷ്ഠ, സാന്നിധ്യവും സംസർഗവുമാണല്ലോ നമ്മുടെ ഉള്ളിൽ മറയുന്ന നന്മയെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അതെ ലക്ഷ്മണ, നന്മ ആരംഭിക്കുന്നത് മനസ്സിലാണ്.
മനസ്സിലെ ആ നന്മയാണ് കർമ്മോന്മുഖമായി പുറത്തേക്ക് വരുന്നത്. നമുക്ക് പമ്പാ തീരത്തേക്ക് പോകാം. അതിനടുത്താണ് ഋഷിമുഖാചലം. വാനശ്രേഷ്ഠനായ സുഗ്രീവൻ അവിടെ വസിക്കുന്നു എന്നല്ലേ കബന്ധൻ പറഞ്ഞത്? അതെ ജ്യേഷ്ഠ, ഋക്ഷരജസിന്റെ പുത്രനായ സുഗ്രീവൻ അവിടെയുണ്ടെന്ന് തന്നെയാണ് കബന്ധൻ പറഞ്ഞത്. നമുക്ക് അവിടേക്ക് പോകാം. ഭഗവത്ഗീത വെറും ഒരു ഭക്തി സ്തോത്രം മാത്രമാണ് എന്ന് ഭാരതീയ വിദ്യാഭവൻ സീനിയർ സെക്കൻഡറി സ്കൂൾ വട്ടിയൂർക്കാവ്, അതാണ് നിങ്ങളുടെ വിഷയം. ഭഗവത്ഗീത വെറും ഒരു ഭക്തി സ്തോത്രം മാത്രമാണ് എന്നാണ് നിങ്ങളുടെ വിഷയം. നിങ്ങൾ പറയുന്നു അങ്ങനെയല്ല എന്നും പറയുന്നു. അപ്പോൾ ഈ സംവാദം ആരംഭിക്കാം. നിങ്ങളിൽ നിന്ന് ആരംഭിക്കുന്നു. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഭഗവത്ഗീത ഒരു ഭക്തി സ്തോത്രം തന്നെയാണ്. കാരണം അത് പരമാത്മാവിലേക്കുള്ള ഭക്തി സ്തോത്രമാണ് അതിൽ പറയുന്നത്. എങ്ങനെ ഒരു ഭക്തന് പരമാത്മാവിലേക്ക് എത്താമെന്നുള്ള ഭക്തിയെയാണ് അവിടെ പറയുന്നത്. അപ്പോൾ തികച്ചും അതൊരു ഭക്തി സ്തോത്രം തന്നെയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ എവിടെയും പറയുന്നില്ല എന്നെ പൂജിക്കൂ, ഞാൻ നിങ്ങളുടെ ദൈവമാണ്, എന്നെ പൂജിക്കൂ എന്ന് പറയുന്നില്ല. അത് ഉപദേശങ്ങളാണ്, നിർദ്ദേശങ്ങളാണ് നൽകുന്നത്. നമ്മൾ എങ്ങനെ സമൂഹത്തിൽ ജീവിക്കണം എന്നുള്ള നിർദ്ദേശങ്ങളാണ് നൽകുന്നത്. തേർത്തട്ടിൽ തളർന്നിരുന്ന പാർത്ഥനെ യുദ്ധം ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. അതൊരു ഭക്തി സ്തോത്രമല്ല. ഭഗവത്ഗീതയിൽ എവിടെയും പൂജിക്കണമെന്നല്ല പറയുന്നത്. ഭക്തി എന്ന് പറയുന്നത് എവിടെയും പൂജയല്ല, അത് സ്മരണയാണ്. നിരന്തരം ദൈവത്തെ സ്മരിക്കുന്നത്, ഭഗവാനെ പ്രേമമാണത് ശരിക്കും പറയുന്നത്. നാദസൂത്രത്തിലും രാമായണത്തിലും പറയുന്നുണ്ട് ശ്രീരാമൻ ശബരിയോട് ഭക്തി എന്താണെന്ന്. ഭക്തി കൊണ്ട് മാത്രമേ മോക്ഷത്തിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. 18-ാം അധ്യായത്തിൽ 55-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഭക്തി കൊണ്ട് മാത്രമേ മോക്ഷത്തിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. ഭക്തി അതിൽ പ്രകീർത്തിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ അത് മാത്രമല്ലല്ലോ, മറ്റു പലതും അതിൽ പറയുന്നുണ്ട്. ഒരു മനുഷ്യന് വേണ്ടുന്ന എന്നും ചെയ്യേണ്ട ദൈനംദിന ഗുണങ്ങളും നിത്യം ആചരിക്കേണ്ട കാര്യങ്ങളും അതിൽ പറയുന്നു. സയൻസ് ഇതുവരെ തെളിയിക്കാൻ പറ്റാത്തതായും പറ്റിയതുമായും പല കാര്യങ്ങളിൽ പറയുന്നു. നമ്മൾ ഭഗവത്ഗീത നോക്കിയാൽ തന്നെ ഇപ്പോൾ തെളിയിച്ചിട്ടുള്ളതും ഇല്ലാത്തതും ഇനി തെളിയിക്കാൻ പോകുന്നതും ഇപ്പോൾ തന്നെ നാസയുടെ കയ്യിലുള്ള പ്രോജക്റ്റുകൾ പലതും അതിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഭഗവത്ഗീതയിലെ 18 അധ്യായത്തിലും 18 യോഗങ്ങളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. കർമ്മയോഗമാവട്ടെ ജ്ഞാനയോഗമാവട്ടെ. പക്ഷേ ഒരു ഭക്തൻ എങ്ങനെ ഒരു ദൈവത്തിന് പ്രിയപ്പെട്ടവനാകുന്നു എന്നും അതിൽ പറയുന്നുണ്ട് വിശദീകരിച്ച്. ഭഗവത്ഗീത ഒരു ഭക്തി സ്തോത്രം മാത്രമല്ലെന്നാണ് ഞങ്ങൾ പറയുന്നത്. സുഹൃത്തെ, ഭഗവത്ഗീത ഒരു ഭക്തി സ്തോത്രം തന്നെയാണ്. കാരണം അത് പരമാത്മാവിലേക്കുള്ള സ്തുതികളല്ല. ഭക്തി സ്തോത്രം മാത്രമാണ് എന്നാണ് നിങ്ങൾ പറയുന്നത്, അവർ അതല്ല എന്ന് പറയുന്നു. നിങ്ങൾ പറയേണ്ടത് ഭക്തി സ്തോത്രം മാത്രമാണ് എന്നാണ് നിങ്ങൾ സമ്മതിക്കേണ്ടത്. ഭക്തി സ്തോത്രം തന്നെയാണത്. ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ സർവ്വ ഉപനിഷത്തുകളുടെ ഉദാന്തവും സൂക്ഷ്മവുമായ ആധ്യാത്മിക തത്വങ്ങളെ സർവർക്കും അനുഷ്ഠിക്കാനാകും വിധം പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു ഭക്തി സ്തോത്രമാണെന്ന് പറയാൻ സാധിക്കില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്നത്തെ സമൂഹത്തിൽ ആരാണത് ചെയ്യുന്നത്? ഈ പറയുന്ന കർമ്മമാകട്ടെ ജ്ഞാനമാകട്ടെ എല്ലാവരും അത് ചെയ്യാതെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ഭക്തിക്കല്ലേ പ്രാധാന്യം നൽകുന്നത്? അതുകൊണ്ടാണ് ഇപ്പോൾ സൈനൈഡ് ഒഴിച്ച് പലരെയും കൊല്ലുന്നതും മുഖത്ത് നമ്മൾ പറയുന്നത് പോലെ പല ആസുരകൾ ഒഴിച്ച് അവരെ നികൃഷ്ട രൂപമായി മാറ്റുന്നതും എല്ലാം അത് പാലിക്കാത്തത് കൊണ്ടാണ്. അത് പാലിച്ചിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. അതാണ് സുഹൃത്തെ പറയുന്നത്. ഇന്നത്തെ ഒരാൾക്കും അങ്ങനെ വേണ്ട, പക്ഷേ ഭക്തിയെങ്കിലും ഇന്നത്തെ ആളുകളിലുണ്ട് ഒരു അംശം. ഇന്ന് എത്ര ആളുകൾ നിങ്ങൾ പറയുന്ന ഭഗവത്ഗീത ഉൾക്കൊണ്ട് ജീവിക്കുന്നുണ്ട്? വിരളമാണ് ഭഗവത്ഗീത തത്വം ഉൾക്കൊണ്ട്, നിങ്ങൾ പറയുന്ന പോലെ തത്വം ഉൾക്കൊണ്ട് ജീവിക്കുന്നത്. ഭക്തിയെങ്കിലും അതിലുണ്ടല്ലോ, അത് ഉൾക്കൊണ്ട് ജീവിക്കുന്നവരെങ്കിലും ഉണ്ട് ഈ ലോകത്ത്. ഭഗവത്ഗീത ആഴത്തിൽ മനസ്സിലാക്കി ആർക്കും പറയാൻ സാധിക്കും അതൊരു ഭക്തി സ്തോത്രം മാത്രമല്ലെന്ന്. ഇടപെടുന്നു. പറഞ്ഞ വിഷയം ഭക്തി സ്തോത്രം മാത്രമല്ല. അതിൻ്റെ വിഷയം മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതിന് ആഴത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭക്തി സ്തോത്രം മാത്രമല്ല എന്ന് അദ്ദേഹം പറയുന്നു. ഓക്കെ, തുടരാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആരാണ് ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തർ? നമുക്ക് ഈശ്വരനിലേക്ക് എത്താൻ ജ്ഞാനം, കർമ്മം, ഭക്തി, ഈ 3 മാർഗത്തിലൂടെ നമുക്ക് ഈശ്വരനിലേക്ക് എത്താം. ജ്ഞാനം അറിവിലൂടെ, കർമ്മഫലം ഇച്ഛിക്കാതെ, ഭക്തിയോ ഈശ്വരനെ നിരന്തരമായി ഉപാസിച്ചുകൊണ്ട്. ഇവിടെ പൂജ മറ്റു കാര്യങ്ങളല്ല, ഭഗവാനെ സ്മരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത് താങ്കളോട്. ശ്രീരാമൻ ശബരിയോടും പറയുന്നുണ്ട്, നാരദ സൂത്രത്തിൽ ഭക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്, ഗോപികമാരുടെ ഭക്തിയെ. അപ്പോൾ തികച്ചും ഭഗവത്ഗീത ഒരു ഭക്തി സ്തോത്രം തന്നെയാണ്. ഭഗവാനെ നമ്മളെല്ലാവരും തുല്യരാണ്. അമ്പലത്തിൽ പോയി ഈ വഴിപാട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭഗവാന്റെ സ്നേഹമോ ഇഷ്ടമോ ഭക്തി എവിടെയാണ് ഒരു അമ്പലത്തിൽ പോയി പൂജ ചെയ്യാൻ വേണ്ടി പറയുന്നത്? ഭക്തി എവിടെയാണ് ഒരു പൂജ അമ്പലത്തിൽ പോയി ചെയ്യാം? ഭക്തി എന്ന് പറഞ്ഞാൽ സ്മരണയാണ്, പ്രേമമാണ് ഭഗവാനോട്. അവിടെ ഒരു പൂജ ചെയ്യണമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഭക്തി ഒരു ഭക്തന് മാത്രം
മാത്രമേ ഭഗവാനിലേക്ക് എത്താൻ പറ്റൂ. ഭഗവത്ഗീതയിൽ പറയുന്നു, സ്വധർമ്മം ചെയ്യൂ, ഒരു സ്ഥിതപ്രജ്ഞനായിരിക്കൂ, ഒരേ കാര്യത്തിൽ ചിന്ത അർപ്പിക്കൂ. ഇതൊക്കെയാണ് ഭഗവാൻ പറയുന്നത്. അല്ല ഭക്തിയെ കുറിച്ച് മാത്രം ഭക്തിയെക്കുറിച്ച് ഭക്തിയോഗം 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അതിലെന്താ പറയുന്നത്? അദ്വേഷ്ടാം സർവഭൂതാനാം മൈത്ര കരുണേവജ നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി. അതിൽ പറയുന്നത് എന്താണ്? 18 അധ്യായങ്ങൾ ഉണ്ടെങ്കിൽ ഒരു അധ്യായത്തിലല്ലേ പറയുന്നത്? ബാക്കി ഒരു അധ്യായമായാലും ഭവദേവായൻ നളിനാക്ഷൻ നളനെങ്ങു മറഞ്ഞു നളീന 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 ഭവദേവായൻ നളിനാക്ഷൻ നളനെങ്ങു മറഞ്ഞു നളിനശരോപമൻ കാന്തൻ ദയിതയാമി ദമയന്തി മറന്നു നളിനശരോപമൻ കാന്തൻ ദയിതയാമി ദമയന്തിയെ 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 മറന്നു നളിനശരോപമൻ